രജനീകാന്തിനെ വെച്ച് ചെയ്യാനിരുന്ന പ്രൊജക്ടിൽ നിന്നും സംവിധായകൻ സുന്ദർ സി പിന്മാറിയത് ഇതിനോടകം വലിയ വാർത്തയായിട്ടുണ്ട്. രജനീകാന്ത് തിരക്കഥയിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെട്ടതോടെയാണ് സുന്ദർ സി പിന്മാറിയതെന്ന് റിപ്പോർട്ടുകളുണ്ട്. കമൽഹാസനാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ്. സുന്ദർ സിക്ക് പകരം ആര് സംവിധാന സ്ഥാനത്തെത്തുമെന്ന ചോദ്യം ഇതിനോടകം വന്നിട്ടുണ്ട്. രജനീകാന്തിന്റെ മുൻ മരുമകൻ നടൻ ധനുഷ് സംവിധാന സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അഭ്യൂഹം വന്നിരുന്നു. ഇപ്പോഴിതാ ഇതേക്കുറിച്ച് ഫിലിം ജേർണലിസ്റ്റ് ബാലാജി പ്രഭു പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. ധനുഷ് രജനി ചിത്രത്തിന്റെ സംവിധായകനാകില്ലെന്ന് ബാലാജി പറയുന്നു. മുമ്പൊരിക്കൽ നടന്ന സംഭവത്തെക്കുറിച്ചും ഇദ്ദേഹം സംസാരിച്ചു. കാല എന്ന സിനിമ നിർമ്മിച്ചത് ധനുഷാണ്. സിനിമകളിൽ പൊതുവെ ഷെഡ്യൂൾ പേയ്മെന്റ് എന്ന് പറയും. ആദ്യ ഷെഡ്യൂളിന് പ്രതിഫലത്തിലെ ഒരു തുക കൊടുക്കണം. രണ്ടാമത്തെ ഷെഡ്യൂളിന് അടുത്ത പേയ്മെന്റ്. ആദ്യത്തെ മാസം 5 കോടി രൂപയൊക്കെയാണ് ഷെഡ്യൂൾ പേയ്മെന്റായി ആവശ്യപ്പെടുന്നത്. ആദ്യം വലിയ അഡ്വാൻസ് നൽകണം. കാല എന്ന സിനിമ നിർമ്മിക്കുമ്പോൾ ധനുഷിന് ഒരു തവണ ഷെഡ്യൂൾ പേയ്മെന്റ് രജനീകാന്തിന് നൽകാനായില്ല. ഭാര്യ പിതാവല്ലേ, പിന്നീട് കൊടുക്കാമെന്ന് ധനുഷ് കരുതി. എന്നാൽ രജനീകാന്ത് ഷൂട്ടിങ്ങിന് പോയില്ല. എന്തുകൊണ്ടാണ് സർ വരാത്തതെന്ന് യൂണിറ്റിൽ നിന്ന് ഫോൺ ചെയ്ത് ചോദിച്ചു. ലത രജനീകാന്ത് പറഞ്ഞത് ഷെഡ്യൂൾ പേയ്മെന്റ് വന്നാലേ അഭിനയിക്കാൻ വരൂ എന്നാണ്. മരുമകനും ഭാര്യ പിതാവും തമ്മിൽ ഈഗോ എന്ന് പറയരുത്. ഇവിടെ തമ്മിൽ വേറെ, ഇവിടെ തൊഴിൽ വേറെ, ഭാര്യ പിതാവ് വേറെ. അത് ശരിയാണ്, ന്യായവുമാണെന്നും ബാലാജി പ്രഭു പറഞ്ഞു. മീഡിയ സർക്കിൾ എന്ന തമിഴ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ബാലാജി പ്രഭു. കഴിഞ്ഞ വർഷമാണ് ധനുഷും രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ രജനീകാന്തും വിവാഹമോചിതരായത്. 2022 വേർപിരിയുകയാണെന്ന് അറിയിച്ച് ഇവർ പ്രസ്താവന പുറത്തുവിട്ടു. എന്നാൽ കോടതിയിൽ ഡിവോഴ്സിന് ഫയൽ ചെയ്തത് 2024 റിപ്പോർട്ടുകൾ പ്രകാരം ഇവരെ ഒരുമിപ്പിക്കാനുള്ള ശ്രമം കുടുംബം നടത്തിയിരുന്നു. എന്നാൽ ഒന്നിച്ച് മുന്നോട്ടു പോകാനാകില്ലെന്ന് വ്യക്തമായതോടെ ഇവർ പിരിഞ്ഞു. മക്കളുടെ കാര്യങ്ങൾക്ക് രണ്ടുപേരും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു.